വോയിസ് ഓഫ് ഗുരുവിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹ സ്വാഗതം. ഞാൻ ഉഷാ വിജയരാഘവൻ. ഓം ശ്രീനാരായണ പരമഗുരവേ നമ. ഓം ശ്രീ ശാരദാംബായേ നമ. ആചാര്യപാദങ്ങളിൽ പ്രണാമം. ഭഗവാന്റെ മധുരവാണികൾ ശ്രവിക്കാൻ ഭാഗ്യം ലഭിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീത പ്രണാമം. ഗുരുസാഗരം ആധ്യാത്മിക കുടുംബ മാസികയിലെ പങ്ക്തികളെ പരിചയപ്പെടുത്തുകയാണ് വോയിസ് ഓഫ് ഗുരു എന്ന ഈ ചാനൽ. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. തുടർന്നും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇനി ഇന്നത്തെ വായനയുടെ വിഷയം എന്താണെന്ന് നോക്കാം. ഗുരുസാഗരം ആധ്യാത്മിക കുടുംബ മാസികയിൽ 2026 ഫെബ്രുവരി ലക്കത്തിലെ സച്ചിന്തയാണ്. വായനക്കാരുടെ സംശയങ്ങളും അതിനുള്ള ആചാര്യന്റെ മറുപടിയുമാണ് ഈ പങ്ക്തി. ബാഹ്യാചാരങ്ങളും ആന്തരിക ശുദ്ധിയും തമ്മിൽ. ചോദ്യം: ബാഹ്യമായി ഒരുപാട് അനുഷ്ഠാനങ്ങളും ആചരണങ്ങളും ജപവും സാധനയും ഒക്കെ നടത്തുന്നവർ പക്ഷേ പല സാഹചര്യങ്ങളിലും ഇതൊന്നും ചെയ്യാത്ത സാധാരണ മനുഷ്യൻ പുലർത്തുന്ന മനുഷ്യത്വവും കാരുണ്യവും പോലും കാട്ടുന്നില്ല എന്ന് എനിക്ക് അനുഭവങ്ങളുണ്ട്. എന്താണ് ഇതിന് കാരണം ആചാര്യ? ബാഹ്യമായി ആചരിക്കുന്ന കർമ്മങ്ങൾ ഒന്നും മനുഷ്യന് ആന്തരികമായ ശുദ്ധിയെ നൽകുന്നില്ലേ? എങ്കിൽ പിന്നെ എന്തിനാണ് ആചരണങ്ങൾക്ക് ഇത്ര പ്രാധാന്യം നൽകുന്നത്? ഉത്തരം: കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തും നല്ല ശീലങ്ങൾ ശീലിപ്പിച്ചും വളർത്താത്ത മാതാപിതാക്കൾ ഉണ്ടാവില്ലല്ലോ. നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കാൻ അറിയാത്തവരും പക്ഷേ ഭക്ഷണം കൊടുക്കണം എന്ന കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാറില്ല. അതും നല്ല രീതിയിൽ വ്യത്യസ്തമായ രുചികളോടെ പോഷക സമൃദ്ധമാക്കി കൊടുക്കാൻ മാതാപിതാക്കൾ ശ്രമം നടത്തും. വലുതാകുമ്പോൾ അവരുടെ ഇഷ്ടമനുസരിച്ചും ഭക്ഷണം ഉണ്ടാക്കിയോ വാങ്ങിച്ചോ നൽകും. അവരത് സന്തോഷത്തോടെ കഴിക്കുന്നത് കണ്ട് ആനന്ദിച്ചാണ് മാതാപിതാക്കളുടെ വയറും മനസ്സും നിറയ്ക്കുന്നത്. പക്ഷേ ഇങ്ങനെ കഴിച്ചു വളരുന്ന കുട്ടികൾക്ക് എല്ലാവരും നല്ല അരോഗദൃഢഗാത്രരായിട്ടാണോ വളരുന്നത്? അല്ല. ചിലർക്ക് കഴിക്കുന്ന ആഹാരം നന്നായി പ്രയോജനപ്പെടുത്തുന്ന ശരീരഘടനയുണ്ട്. ചിലർക്ക് അത് സാധിക്കാറില്ല. എല്ലാ നേരവും നല്ല ഭക്ഷണം കിട്ടിയിട്ടും ക്ഷീണിച്ച് മെലിഞ്ഞിരിക്കുന്ന കുട്ടികളും ഉണ്ട്. വല്ലപ്പോഴും മാത്രം വയറ് നിറച്ച് കഴിക്കാൻ കിട്ടിയിട്ടും നല്ല മല്ലന്മാരായിരിക്കുന്ന കുട്ടികളും ഉണ്ട്. മാതാപിതാക്കൾ കൊടുക്കുന്ന നല്ല ശീലങ്ങൾ അനുസരിച്ച് നല്ല വ്യക്തികളായി തീരുന്നവരും ഉണ്ട്. അതൊക്കെ അവഗണിച്ച് തോന്നിയതുപോലെ വളരുന്നവരും ഉണ്ട്. അപ്പോൾ ആഹാരമോ ധർമ്മശീലങ്ങളോ ഇല്ലാത്തത് കൊണ്ടല്ല ഒരാൾ നല്ല ആരോഗ്യവും നന്മയുള്ള ഹൃദയവും സമ്പാദിച്ച് വളരാത്തത്. അതെല്ലാം ചുറ്റുപാടുകളിൽ നിന്ന് കിട്ടിയിട്ടും വേണ്ട വിധത്തിൽ ഉപയോഗിക്കാനുള്ള ആന്തര്യവും ബാഹ്യവുമായ ഘടനാവിശേഷം ഇല്ലാത്തത് കൊണ്ടാണ്. ചിലർക്ക് ബാഹ്യമായി ആചരണങ്ങൾ ചെയ്യാനും ശീലിക്കാനും വാസനയുണ്ടാവും. പക്ഷേ ആന്തരികമായി അവയെ സ്വീകരിച്ച് സ്വയം മാറാൻ സാധിക്കില്ല. അവർ ആത്മാർത്ഥമായി യത്നിച്ചാൽ പോലും ആന്തരിക വാസന അത്ര കണ്ട് ശുദ്ധീകരിക്കപ്പെടില്ല. എന്നാൽ അവർ ശ്രമിക്കും തോറും കർമ്മവാസനയിൽ വ്യത്യാസം വരികയും വരും ജന്മങ്ങളിൽ മാറ്റമുണ്ടാവുകയും ചെയ്യും. ചില മനുഷ്യർ മുജ്ജന്മങ്ങളിൽ നന്നായി അനുഷ്ഠാനങ്ങളും ആചരണങ്ങളും ശീലിച്ച് മനുഷ്യത്വപൂർണമായ ആന്തരപ്രകൃതി സമ്പാദിച്ചിട്ടുണ്ടാവും. അവരാണ് ഇതൊന്നുമില്ലാതെ തന്നെ നല്ലവരായി നമുക്കിടയിൽ ജീവിച്ച് മാതൃകയാവുന്നത്. അവർക്ക് ഈ ജന്മം ബാഹ്യാചരണത്തിന്റെ ആവശ്യമേ ഇല്ല. ചിലർ ബാഹ്യാചരണങ്ങളുടെ നിയമങ്ങളിൽ യുക്തിചിന്തയില്ലാതെ കുടുങ്ങിപ്പോകും. ആചരണത്തിന്റെ സ്വർണ്ണച്ചങ്ങല അവരെ വരിഞ്ഞു മുറുക്കും. അവരാണ് ശുദ്ധാശുദ്ധികളുടെ പേരിൽ മറ്റുള്ളവരോട് ഭേദം കാണിക്കുന്നതും അയിത്തം കാട്ടുന്നതുമെല്ലാം. ആന്തരികമായ ശുദ്ധി വിചാരം അവരിൽ പ്രകടഭാവത്തിലല്ല എന്നതാണ് അതിന് കാരണം. ആചരണങ്ങൾ നമ്മെ ശരിയായ ദിശയിലേക്ക് നയിക്കാൻ സഹായിക്കുന്നവയാണ്. എന്നാൽ അവയെ ഭക്തിപൂർവം മാത്രമല്ല യുക്തിപൂർവം ചിന്തിച്ച് വേണ്ടുന്നത് സ്വീകരിച്ച് വേണ്ടാത്തത് തള്ളിക്കളഞ്ഞ് മുന്നോട്ടു പോകണം. അതിന് അറിവും മനുഷ്യത്വവും കാരുണ്യഭാവവുമുള്ള ആചാര്യന്മാരെ ആശ്രയിക്കണം. ഒരു ആചാര്യനും സ്വതന്ത്രനായ വക്താവല്ല. അയാൾക്ക് തൊട്ടുമുകളിൽ ഒരു ഗുരുസ്ഥാനമുള്ള ആചാര്യനും അതിനു മുകളിലായി ആചരണങ്ങൾ കൊണ്ട് ശുദ്ധിപ്പെട്ട ഒരു പരമ്പരയും അതിനു മുകളിൽ പരമകാരുണികനായ പരമഗുരുവും ഉണ്ടായിരിക്കണം. അത്തരം ആചാര്യന്മാരെ വേണം നാം സ്വീകരിക്കാൻ. അവിടെ വഴിതെറ്റാൻ സാധ്യത കുറവായിരിക്കും. ഒരു കാര്യം മാത്രം മറക്കാതിരിക്കുക: കുട്ടിക്ക് ആഹാരം ശരീരത്ത് പിടിക്കുന്നില്ല എന്ന് കരുതി നമ്മളാരും ഊട്ടാതിരുന്നിട്ടില്ല.
അതുപോലെ ആചരണം ആന്തരികമായി സ്വീകരിക്കാൻ കഴിയാത്തവരും ഉണ്ടാകാം. അതിൻ്റെ പേരിൽ ആചരണങ്ങളെ തള്ളിക്കളയാതിരിക്കുക. ഓം ശാന്തി ശാന്തി ശാന്തി. ഇന്നത്തെ വായന ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും നമസ്തേ.